തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങൾ LDFന് നൽകിയ മുന്നറിയിപ്പെന്ന CPI. സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. വിവിധ ജനവിഭാഗങ്ങൾ പല കാരണങ്ങളാൽ LDFനോട് അകൽച്ച കാണിച്ചു. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയാൽ മൂന്നാം ഭരണം ഉറപ്പാണ്. ജനുവരി 15 മുതൽ 30 വരെ ഭവന സന്ദർശനം നടത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDFന്റെ വിജയത്തിന് വേണ്ടിയാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയല്ല പക്ഷേ നടന്നത്. ആ പ്രതീക്ഷ അങ്ങനെ നോക്കിയാൽ ഫലവത്തായില്ല. പരാജയപ്പെട്ടാൽ അതോടുകൂടി എല്ലാം തീർന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല. ചരിത്രം അവസാനിക്കുന്നില്ല. കാലത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് കാണുകയാണ് ഞങ്ങൾ. ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായി ഞങ്ങളതിനെ കാണുന്നു. ആ മുന്നറിയിപ്പിനെ അതിൻ്റെ എല്ലാം ആദരവോടുകൂടി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ല. കാരണം CPIക്ക് അറിയാം എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ്. എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായി എന്ന് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായി ഞങ്ങൾ ശ്രമിക്കും. കണ്ടുപിടിച്ചാൽ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഞങ്ങൾ തിരുത്തും. തെറ്റുകൾ തിരുത്തൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ്. സുല്ലൈസക്ക് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുല്ലൈസക്ക്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ജനങ്ങൾ നൽകിയ ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് തിരുത്തണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടല്ലേ ഇപ്പോൾ CPI രംഗത്ത് വന്നത്. അങ്ങനെ തിരുത്തിയാൽ മൂന്നാം ഭരണം ഉറപ്പാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണങ്ങൾ അതാത് പാർട്ടികൾ സ്വയം പരിശോധിക്കട്ടെ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിന്റെ തീരുമാനം. ഇതനുസരിച്ചാണ് CPIയും CPMഉം അവരുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വിളിച്ചു ചേർത്തത്. ഈ 2-3 ദിവസങ്ങളായി നടന്ന നേതൃയോഗത്തിന് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും മാധ്യമങ്ങളെ കണ്ടിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി പക്ഷേ പറയുന്നത് വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, മുഖ്യമന്ത്രിക്കെതിരെ വികാരമില്ല, പ്രാദേശികമായ ചില വിഷയങ്ങൾ മാത്രമാണ് തിരിച്ചടിക്ക് കാരണം. വോട്ട് ശതമാനത്തിൽ വലിയ കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതായത് പൂർണ്ണമായും തോൽവി അംഗീകരിക്കാൻ CPM ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് വേണം കരുതാൻ. പക്ഷെ CPI അങ്ങനെയല്ല ഈ പരാജയത്തെ കാണുന്നത്. CPI കുറെ കൂടി ഗൗരവത്തോടുകൂടിയാണ് വിഷയത്തെ സമീപിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്നുമാണ് CPIയുടെ പൊതുവായ വിലയിരുത്തൽ. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ബാന്ധവും അടക്കമുള്ള വിഷയങ്ങൾ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലും CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. മൂന്നാം ഭരണത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ തിരിച്ചറിവുകൾ കൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തണം. സ്വയം മാറ്റം വരുത്തിയാൽ മാത്രമേ വീണ്ടും ഒരു മൂന്നാമത് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന മുന്നറിയിപ്പ് കൂടി CPI നൽകുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം വീണ്ടും LDF യോഗം വിളിച്ചേർക്കും. ആ LDF യോഗത്തിൽ അതാത് പാർട്ടികൾ പരാജയ കാരണങ്ങൾ വിശദീകരിക്കും, അവരുടെ കണ്ടെത്തലുകൾ വിശദീകരിക്കും, നിലപാടുകൾ വിശദീകരിക്കും. അതിനെ CPM എങ്ങനെയാണ് പ്രതിരോധിക്കുക, അല്ലെങ്കിൽ CPM അതിനോടൊരു നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി, സുല്ലൈസക്കാണ് വിവരങ്ങൾ നൽകിയത്.